ജീവിതം ഒരു യാത്രയാണ്. ഒരു കാറ്റുപോലെ നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും. ഈ ലോകത്തിന്റെ ഏതു കോണിലേക്കും പ്രകൃതി തീർത്ത അനിർവചനീയമായ കാഴ്ചകൾ കാണാൻ അനുവാദമേതുമില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന കാറ്റിനോളം സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ഒത്തിരി ആശിച്ചു പോയിട്ടുണ്ട്. ഈ ഭൂമിയിൽ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം മനസ്സിലാക്കുന്നു, എന്തെല്ലാം കേൾക്കുന്നു എന്നതിനപ്പുറം നമ്മൾ നമ്മളെ പലപ്പോഴും ഒരു വൃത്തത്തിനുള്ളിൽ തളച്ചിടുകയാണ്. ആ വൃത്തത്തിനപ്പുറത്തേക്കുള്ള ലോകം നമുക്ക് അന്യമാണ് എന്ന ചിന്ത നമ്മെ ഒരിക്കലും നവീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ കാഴ്ചകൾ കാണാനോ അറിവുകൾ നേടാനോ നമ്മെ അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം. നാം കാണുന്ന ആകാശത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് വികാസം പ്രാപിക്കാത്തത് അതുകൊണ്ടാണ്. എന്നും ഒരേ ആളുകളെ കാണുന്ന, ഒരേ ഭക്ഷണം കഴിക്കുന്ന, ഒരേ സ്ഥലത്ത് തന്നെ തങ്ങുന്ന നമ്മൾ അതിനപ്പുറത്തേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. ഒഴുകാത്ത ഒരു നദിക്ക് എങ്ങനെ ഒരു കടലിനടുത്തെത്താൻ സാധിക്കും? യാത്രകൾ പുഴ പോലെയാവണം, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. യാത്രകൾ നമ്മെ പ്രകൃതിയോട് ഏറെ അടുപ്പിക്കുന്നു. ഓർമ്മയിലുള്ള എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. വർഷത്തിൽ 1-2 തവണ മാത്രം അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകൾ അതേറെ മനോഹരമായിരുന്നു. ആ യാത്രയിലാണ് സ്കൂൾ യൂണിഫോം മാറ്റി മറ്റൊരു കളർ ഉടുപ്പിടാനുള്ള അവസരം ലഭിക്കുന്നത്. വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ നടന്നാലാണ് ബസ് കിട്ടുക. ബസ്സിൽ കയറിയാൽ ഇരിക്കാൻ ഏറ്റവും ഇഷ്ടം ഡ്രൈവറുടെ അടുത്തുള്ള ഗിയർ ബോക്സിനരികിലെ പെട്ടിയിലാണ്. ആ പെട്ടിയിൽ ഇരുന്നു കൊണ്ട് മുൻപിലത്തെയും ഇരുവശങ്ങളിലെയും കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര. മരങ്ങളെയും കടകളെയും ഇലക്ട്രിക് പോസ്റ്റുകളെയും പിന്നിലേക്ക് ഓടിപ്പിച്ച് ബസ് മുന്നോട്ട് കുതിക്കുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു ബസ്സിലെ ബെല്ലൊന്നടിക്കാൻ. 1 മണിക്കൂർ യാത്രയുണ്ട് അമ്മയുടെ നാട്ടിലേക്ക്. ബസ് ഇറങ്ങിയാൽ പിന്നെ ആടുകളും പശുക്കളും മേയുന്ന കുന്നിൻ ചെരുവുകളും തെങ്ങിൻ തോപ്പുകളും വയൽവരമ്പുകളും കവുങ്ങിൻ പാലമിട്ട തോടുകളും പിന്നിട്ട് വേണം അമ്മയുടെ വീട്ടിലെത്താൻ. അവിടെ തുടങ്ങുകയായിരുന്നു എൻ്റെ കാഴ്ചകൾ കണ്ടുള്ള യാത്രകൾ. പിന്നീട് ഇന്നുവരെ കണ്ട കാഴ്ചകളിൽ അനന്തമായ ആകാശവും താഴ്വാരങ്ങളിലൂടെ വീശിയടിക്കുന്ന കാറ്റും ഇരുട്ടിൽ ചീവീടിന്റെ ശബ്ദത്തിനൊപ്പം ചില വന്യശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന കാടും കുന്നിനെ തൊട്ടുകിടക്കുന്ന വെൺമേഘങ്ങളും മഹാനഗരങ്ങളിലെ വെള്ളി വെളിച്ചവും ആട്ടവും പാട്ടും ഭക്ഷണ വൈവിധ്യങ്ങളും സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും ഒരു രാജ്യത്ത് കണ്ടതിൽ നിന്നും വിഭിന്നമായിരുന്നു മറ്റൊരു രാജ്യത്ത്. അറിയുന്തോറും അറിയാനാവാത്ത വിധം നിഗൂഢമായ ഈ ജീവിതത്തിൽ ഇനിയുമേറെ കാണാനുണ്ടെന്ന ആഗ്രഹമാണ് നമ്മെ വീണ്ടും വീണ്ടും യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ആരോഗ്യമുള്ളപ്പോഴാണ് നമ്മൾ യാത്രകൾ പോകേണ്ടത്. പിന്നീടാവട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും കഴിയട്ടെ എന്ന് കരുതി നമ്മൾ യാത്രകൾ മാറ്റിവെക്കുമ്പോൾ പിന്നീട് ആ യാത്രയ്ക്ക് നമ്മുടെ മനസ്സും ശരീരവും തയ്യാറായിക്കൊള്ളണമെന്നില്ല. ജീവിതവും ഒരു യാത്രയാണ്. ഒരു സ്ഥലത്ത് നിന്നും ആരംഭിച്ച് എവിടെയോ മറ്റൊരു സ്ഥലത്ത് അവസാനിക്കുന്ന യാത്ര. ജീവിതമാകുന്ന ഈ യാത്ര എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടി വരിക എന്ന് നമുക്കറിയില്ല. നാം എന്ന ഘടികാരത്തിലെ ബാറ്ററിയിൽ ചാർജ് ചെയ്യപ്പെട്ട നിമിഷങ്ങൾ അവസാനിക്കുമ്പോൾ ഹൃദയതാളത്തിന്റെ സൂചി നിലയ്ക്കപ്പെടുന്ന നിമിഷം വരെ നമുക്ക് അനുവദിച്ച സമയത്തോളം ഈ യാത്രകൾ അങ്ങനെ തന്നെ തുടരാം.